എങ്ങനെയുണ്ടോ കുട്ടി? എങ്ങനെ ഉണ്ടെങ്കിലും ഇനി തന്റെ കൂടെ ഈ പണിക്ക് ഞാനില്ല. അങ്ങനെ വാശി പിടിക്കില്ലേ മേനെ? ഞാനൊന്ന് പറയട്ടെ, ഇനി കല്യാണാലോചന എന്ന് പറഞ്ഞ് മേനെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഇത് ലാസ്റ്റാ. ആ കൈ ഇങ്ങോട്ട് തന്നെ. സത്യം ചെയ്യാനാ? ഇല്ല. ഹൈ മേനെ, എന്റെ കൈമ മാവായിക്കോട്ടെ, എനിക്ക് സത്യം ചെയ്യാനാ. അതുകൊണ്ടല്ല, ഇത് ലാസ്റ്റാ എത്ര പ്രാവശ്യം താൻ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞ അവിടത്തെ പോലെ കുഴപ്പമുണ്ടാവും പേടിച്ചിട്ടാണോ? പേടിക്കണ്ട. ദേ, ഈ കുട്ടിയുടെ നാള്, പേര് എന്ന് വേണ്ട എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ട്. ഈ ഫോട്ടോ നോക്കി ഞാൻ കുട്ടിയെ തിരിച്ചറിയുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നു, താൻ സംസാരിക്കുന്നു. എനിക്കിതാ മനസ്സിലാകുന്നത്. എടോ, തനിക്ക് ഇഷ്ടപ്പെട്ട താൻ സംസാരിച്ചാ പോലെ പോരാ. അതാ ഒരു മണവാളൻ എന്ന് പറയുമ്പോ അതിൻ്റെതായ ഒരു അടക്കവും ഒതുക്കവും ഒരു നാണമൊക്കെ വേണ്ട. ഉള്ളത് പറയാലോ, എനിക്ക് നേരിട്ട് സംസാരിക്കാൻ ഇത്തിരി വൈക്ലഭ്യുണ്ട്. മേനോൻ ഒരു കാരണസ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒതുക്കി എന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്നാ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നാളെ രജിസ്റ്റർ. ഓ, അപ്പൊ രജിസ്റ്റർ മാരേജ് ആണ്. ആരെയും വിളിക്കുന്നില്ലേ? എനിക്ക് വേറെ ആരെ വിളിക്കാനുള്ളത്? അവരെ വിളിക്കുന്നില്ലേ? തന്റെ മക്കളെ വിളിക്കാൻ ഞാൻ ഇനി അവിടെ ചെന്ന് കുമ്പിടണോ? അതല്ല, പിന്നെ ആ പെണ്ണും പിള്ളെ വിളിക്കുന്നില്ലെന്ന്. ഏത് പെണ്ണും പിള്ള? തന്റെ ആദ്യത്തെ ഭാര്യ സിംഗപ്പൂര്. അവരെ ഒരു കല്യാണത്തിന് ഞാൻ വിളിച്ചതാണല്ലോ. ഏത് കല്യാണത്തിന്? ഞാനും അവരും തമ്മിലുള്ള കല്യാണത്തിന്. ആ ശവത്തിന്റെ കാര്യം ഇവിടെ മിണ്ടരുന്ന് തന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ആ പിശാചിനെ എന്തിനാ ഇവിടെ വലിച്ചടിച്ചുകൊണ്ടിരുന്നേ? താൻ വന്നിനി വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട, അതാ കിടക്കണു. എനിക്ക് നല്ല വിഷമം കിട്ടോ. എന്താ കാലൊളിക്കുക? കാലൊളിക്കിട്ടൊന്നല്ല, തന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകണുള്ളൂ. അതന്നെ. ആ, കുഴക്കി